രോഹിതെ, ആഗോള അയ്യപ്പ സംഗമം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. കണക്കിലെ കളികൾ, അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ചിലവായിരിക്കുന്ന കാശിനെ സംബന്ധിച്ച് കണക്ക് നമ്മൾ കാണുമ്പോൾ ഞെട്ടുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്ന അവസരത്തിൽ നമ്മളതിങ്ങനെ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രി വാസവനും ദേവസ്വം മന്ത്രി വാസവനും പറഞ്ഞത് അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു വാർഷിക ചടങ്ങാണ്. അത് അവർ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ സർക്കാരിനൊരു ചെറിയ മേൽനോട്ടം മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ കള്ളത്തരം കളിക്കുകയായിരുന്നു. അപ്പോൾ അയ്യപ്പന് ഈ പറയുന്ന രീതിയിൽ അയ്യപ്പനെ അവരങ്ങ് പരിപോഷിപ്പിക്കാനായിട്ട് ഇറങ്ങിയവരാണ്. അപ്പോൾ അയ്യപ്പൻ തന്നെ പണി കൊടുത്ത് ഒരു മൂലയിൽ ഇങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. വാസവനോട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ മൈക്കൊക്കെ തട്ടിമാറ്റി വാസവൻ പോവുകയാണ്. ചേട്ടാ, ഇത് ദേവസ്വം ബോർഡിൻ്റെ പൈസയാണെങ്കിലും സർക്കാർ ഖജനാവിലെ പൈസയാണെങ്കിലും രണ്ട് വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ ദേവസ്വം ബോർഡിൻ്റെ പൈസ എന്ന് പറയുന്നത് ഭക്തജനങ്ങൾ തലയ്ക്കൊഴിച്ചെടുത്ത പൈസ. തീർച്ചയായിട്ടും. മറ്റേത് പ്രാഗിക്കൊണ്ട് കൊടുക്കുന്ന പൈസ. ഏതാ ഈ ടാക്സ് ആയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാഗിക്കൊണ്ട് കൊടുക്കുന്ന പൈസ. സ്പെഷ്യൽ സെസ്സൊക്കെ ഉണ്ടല്ലോ. അതായത് പിന്നെ ഫണ്ട് ഈ പെട്രോൾ അടിക്കുമ്പോൾ 2 രൂപ സർക്കാരിന് പിച്ച കൊടുക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ കൊടുത്താൽ അത് പിച്ചയല്ല. നിങ്ങൾ ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്താൽ ഈ നാട്ടിലെ വയോധികരെ ഞങ്ങൾ കൂടി റെസ്പെക്ട് ചെയ്യുന്നതിനൊപ്പം തീർച്ചയായിട്ടും ഇത് മേടിച്ച് വേറെ മറ്റു ദൂർത്തടിച്ചിട്ട് ഇലക്ഷൻ വരുമ്പോൾ മാത്രം കൊണ്ടുവന്ന് വിഷു കാണിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കൊടുത്താലുള്ള പ്രശ്നം. ശബരിമല വിഷയത്തിലേക്ക് വരാം. അയ്യപ്പൻ കൊടുത്ത പണിയല്ല ഇത് അയ്യപ്പൻ കൊടുത്ത പണിയാണെന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുകൂടി ഞാൻ ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം എത്ര ദിവസത്തെ പരിപാടിയായിരുന്നു ചേട്ടാ? അതൊരൊറ്റ ദിവസം. ഒരു ദിവസം. അതെ, ഒറ്റ ദിവസത്തെ പരിപാടിക്കാണ് ഇവന്മാർ ഈ കോടിക്കണക്കിന് കാര്യം പറഞ്ഞത്. ഇതിൽ ഏറ്റവും വലിയ കോടികൾ അവിടെ നിൽക്കട്ടെ. ഏറ്റവും ഒരു ചെറിയ ലക്ഷത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. മുഖ്യമന്ത്രിക്ക് കട്ടിലും മെത്തയും വാങ്ങാൻ ചിലവാക്കിയത് 1,11,365 രൂപയാണ്. ചേട്ടാ, എൻ്റെ വിവാഹ സമയത്ത് ഇപ്പം ഒരു കട്ടിൽ വാങ്ങി, തേക്കിൻ്റെ ഒരു കട്ടിൽ വാങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഫർണിച്ചർ ഷോപ്പിൽ നിന്ന്. ഞാൻ പോയില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു നല്ലൊരു കട്ടിൽ കൊടുത്തുവിടാൻ പറഞ്ഞു. ആ കട്ടിലിന് അന്നത്തെ കാലത്തെ വില 70,000 രൂപ എന്തോ ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഒരു വില നമുക്കത് വേണ്ടതാണ്. അല്ല, അതിൻ്റെ മെത്തയുടെ വില 30,000, 1,00,000 രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിപ്പോൾ ക്യാപ്സൂൾ വരുവേ. ഞാൻ അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. അല്ല, അത് ഒരു കട്ടിലും മെത്തയും വാങ്ങിയതിന് 1,11,365 രൂപ വലിയ എമൗണ്ട് ആണോ എന്ന ക്യാപ്സൂൾ വരുന്നുണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കട്ടിലും മെത്തയും വാങ്ങിയത് ഒരു ദിവസത്തെ പരിപാടിക്ക് തീർച്ചയായിട്ടും പിണറായി വിജയന് താമസിക്കാനാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിണറായി വിജയന്റെ നെയ്മീൻ വിവാദം കിടക്കുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ പറഞ്ഞെന്താ, പിണറായി വിജയൻ ഒരട്ടി ഉണ്ടാക്കി അമ്മ കൊടുത്തു വിടുന്നത് കൊണ്ടുപോയി പച്ചവെള്ളത്തിനൊപ്പം കഴിച്ചു വളർന്ന ആളാണ് എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞു. ചിലപ്പോൾ അത് ഉണ്ടാവില്ല. ഇങ്ങനെ വന്ന ആളല്ലേ സഖാവേ സഖാവ്? തീർച്ചയായിട്ടും. ഈ സഖാവിന് ശബരിമലയിലെ പമ്പയിലുള്ള ഗസ്റ്റ് ഹൗസിലാണല്ലോ ഇവർ താമസിച്ചത്. ആ ഗസ്റ്റ് ഹൗസിൽ കട്ടിലും മെത്തയും കിടക്കവിരിയും ഒക്കെ ഉണ്ട്. അതിൽ കിടക്കാൻ ഇദ്ദേഹത്തിന് പറ്റും. അവിടെ എല്ലാം താമസ സൗകര്യമുള്ള ഗസ്റ്റ് ഹൗസാണ്. എല്ലാ നല്ല ഗസ്റ്റ് ഹൗസാണ്. മുഖ്യമന്ത്രി വരുമ്പോൾ മാന്യമായ താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കും. ഈ 1,11,364 രൂപയുടെ സപ്രപഞ്ചക്കെട്ടിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കിടക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് കിടക്കാൻ പറ്റുള്ളൂ എന്ന് പിണറായി വിജയന്റെ പാർട്ടിയും ഇതിനു വേണ്ടി ക്യാപ്സൂൾ ഇറക്കാൻ വരുന്നവന്മാർ ഒന്ന് പുനർചിന്തനം നടത്തേണ്ടുന്ന സാഹചര്യമുണ്ട്. ടാക്സി സംവിധാനത്തിലായി 10 ലക്ഷത്തി ഞാൻ ഒന്ന് ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഈ 1,00,000 ചിലവാൻ രൂപ ചിലവാക്കി എന്ന് പറഞ്ഞില്ലേ, അത് അദ്ദേഹം ആവശ്യപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നടക്കുന്ന കുറെ ഭക്തന്മാരുണ്ട്, അവരങ്ങ് ചിലവാക്കി കൊടുക്കും. അങ്ങനെ അവന്മാര് ചിലവാക്കുവാണെങ്കിൽ അവന്റെ വീട്ടിൽ നിന്നുണ്ടോ? അതാണ് തീർച്ചയായിട്ടും, അതാണ് തിരിച്ച് നമുക്ക് പറയേണ്ടത്. ടാക്സി സംവിധാനത്തിൽ 10,57,000 രൂപ. ഒരു പഴയ സംഭവം ഓർമ്മിപ്പിച്ചോട്ടെ, ചിലപ്പോൾ ആയി കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല ഇച്ചിരി ദൂരെയുള്ള സ്ഥലമാണ്. അവിടേക്ക് സാധനങ്ങൾ എത്തിക്കുക, ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുക. എന്നാൽ ഈ 10,57,000 രൂപയുടെ എന്ത് ടാക്സിയാണ് അവിടെ? എനിക്കൊന്ന് ഈ വരുന്ന അവിടെ പങ്കെടുത്ത ഭക്തരെ എല്ലാം വീടുകളിൽ പോയി വിളിച്ചുകൊണ്ട് വന്നോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആയിരിക്കാൻ സാധ്യത. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ആയിട്ടുള്ളത്. വരണേ എന്ന് പറഞ്ഞ്. പിന്നെ അവിടെ മറ്റേ വണ്ടി ഇല്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ വണ്ണമുള്ളൊരു മനുഷ്യൻ വിജയ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് നമ്പർ വണ്ടി കയറി പോയാൽ വെള്ളാപ്പള്ളി നടേശൻ. അപ്പോഴാണ് ഈ 10,57,000 രൂപ ഡീസലിന് 7,44,000 രൂപ. എന്ത് തീർച്ചയായിട്ടും അല്ല, ഈ പറയുന്ന ആകും തന്നെ ഞാൻ പറയുന്നത്. ആകും അല്ലെങ്കിൽ ആയിക്കും, ആക്കിക്കും. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ 8 വർഷക്കാലം ഒരു ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി മെമ്പറായിരുന്നു. തീർച്ചയായിട്ടും 7 ദിവസത്തെ സപ്താഹവും 4 ദിവസത്തെ ഉത്സവം നടക്കുന്ന ആ ക്ഷേത്രത്തിൽ നാട് മുഴുവൻ ലൈറ്റ് വിട്ട് നാട് മുഴുവൻ പാട്ടും വെച്ച് വലിയ കലാപരിപാടികൾ അടക്കം നടത്തുന്ന ആ ഉത്സവത്തിന് ആകെ ആകുന്ന ഡീസലിന്റെ ചെലവ് 1,00,000 രൂപ, 1,50,000 രൂപ അത്രയൊക്കെ ആവുള്ളൂ ഡീസൽ ചെലവ്. 10 ദിവസത്തെ പരിപാടി. അപ്പോഴാണ് ഇവിടെ ഒരു ദിവസത്തെ പരിപാടിക്ക്. പിന്നെ പമ്പയിൽ പ്രത്യേകിച്ച് ഡീസലിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം പമ്പയിൽ വലിയ ജനറേറ്ററുകൾ വെച്ചിട്ട് അവിടെ കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, സപ്പോർട്ടിംഗ് ജനറേറ്റർ മതി. ഇതൊക്കെ ഞാൻ പറയുന്നത് ചെറിയ കണക്കുകളാണ്. ഇനി ഇതിന് ഏറ്റവും വലിയ മഹത്തരമായ മറ്റൊരു കണക്ക് പറഞ്ഞുതരാം. നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തു.
എന്നാണ് കണക്ക്. അതെ, നന്ദഗോവിന്ദ ഭജൻസ് അവിടെ വന്നിട്ടുമില്ല, അവിടെ പാടിയിട്ടുമില്ല, പാടിയിട്ടില്ല, അവരിത് അറിഞ്ഞിട്ടുമില്ല. നാണമുണ്ടോ എന്ന വാക്ക് പിണറായി വിജയനോടും സംഘത്തിനോടും ചോദിച്ചാൽ അത് കുറഞ്ഞു പോകും എന്നുള്ളതാണ്. ഉളുപ്പുണ്ടോടാ എന്ന് ചോദിക്കണം. അല്ല, അതും കേൾക്കില്ല. നോക്ക് എടാ, ഈ ശബരിമലയെ തൊട്ടപ്പോഴൊക്കെ നിന്റെ തീ പൊള്ളിയതല്ലേ, നിന്റെ കൈ പൊള്ളിയതല്ലേ? ഈ പരിപാടി എന്തിനാ നിങ്ങൾ വെച്ചേ? അയ്യപ്പനെ അയ്യപ്പനെ പരിപാടിക്കാനൊന്നുമല്ല, നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ അയ്യപ്പനെ ആരാധിക്കുന്നവരാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ നെഗറ്റീവുകളെല്ലാം മറക്കാൻ വേണ്ടി കൊണ്ടുവച്ചൊരു പരിപാടി. തീർച്ചയായും ഇതിന്റെ പോസ്റ്ററിൽ പണിവാളിയന്മാർക്ക് അയ്യപ്പനില്ല പോസ്റ്ററി. അതെ, ആഗോള അയ്യപ്പ സംഘം ഒരു കുഞ്ഞു ലോകത്തിനകത്തൊരു അയ്യപ്പൻ പിണറായി വിജയൻ ഇങ്ങനെ നെഞ്ചും വിരിച്ചിരിക്കുന്നു. അപ്പുറത്ത് വാസവന്റെ ഒരു കുഞ്ഞു പടം ചപ്പിയ മുടിയൊക്കെ ആയിട്ട്, ഇപ്പുറത്ത് പ്രശാന്ത് അല്ലല്ലോ, പ്രശാന്ത്. ഇവര് 3 പേരും എന്നിട്ട് മറ്റേ സാധനം വിളിച്ചായിരുന്നു, സ്വാമിയെ ശരണമയ്യപ്പ. എടി, നിങ്ങയൊക്കെ അയ്യപ്പനെ പരിപോഷിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ് നടത്തിയ ഈ പരിപാടിയുടെ ഉദ്ദേശം നമ്മളൊക്കെ വിചാരിച്ചത് എന്തോന്നറിയോ? ഭക്തജനങ്ങളുടെ വോട്ട് പിടിക്കാനാണെന്നാ. സംഭവിച്ചത് അതല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഭക്തജനങ്ങളുടെ വോട്ട് പിടിക്കുന്നതിനും അപ്പുറത്തേക്ക് കക്കാനും മുക്കാനും വേണ്ടി മാത്രം നടത്തിയൊരു പരിപാടി. തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു പകൽ മാത്രം നടന്നൊരു പരിപാടിയിൽ നിന്ന് കോടികൾ കട്ടെടുത്ത നീയൊക്കെ എത്ര രൂപ അല്ലാത്ത പരിപാടികൾക്ക് കട്ടിട്ടുണ്ടാവും? അയ്യപ്പൻ്റെ പണം കട്ടവരൊക്കെ പറ്റുമെങ്കിൽ വാസവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കോട്ടയത്തിരുന്നുകൊണ്ട് കൊല്ലത്ത് പത്തനാപുരത്തേക്കൊന്ന് ഫോൺ ചെയ്യണം, കെ ബി ഗണേഷ് കുമാറിന്. ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ ഒരു കഥ പറഞ്ഞു തരും. യശശരീരനായ കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഭാചാര്യർ ആർ ബാലകൃഷ്ണപിള്ള മകൻ ഉപദേശിച്ചു കൊടുത്തൊരു ഉപദേശം: ശബരിമലയിൽ നിന്ന് പണം കട്ടവനാരും കട്ടിലിൽ കിടന്ന് മരിച്ചിട്ടില്ല, വാഴയിലേ കിടന്ന് മരിച്ചുള്ളൂ. കാരണം കിടന്ന് നരകിച്ച് തൊലി പൊട്ടി മരിച്ചവരാ. അതുകൊണ്ട് നീ ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്ന് മരിക്കുന്നതിന് മുമ്പ് മകനൊരു ഉപദേശം കൊടുത്തിരുന്നു. അതായത് മോൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ അവിടെ കയറി പാന്തുവെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും പുള്ളി അത് കൊടുത്തത്. ആ ഉപദേശം വേണമെങ്കിൽ വാസവനൊന്ന് കേട്ടോ. എന്നിട്ട് വാസവൻ ആരൊക്കെയാണോ ഈ കൂടെ നിന്ന് കട്ടെ ഇവരോടൊക്കെ പറഞ്ഞു. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകും. ഞാൻ ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്ത് അവിടെ നിന്ന് പണം അടിച്ചുകൊണ്ട് പോയ സകല ദേവസ്വം ബോർഡ് ജീവനക്കാരൻ്റെയും ഉദ്യോഗസ്ഥൻ്റെയും ഒക്കെ അനുഭവം ഇത് തന്നെയാണ്. അയ്യപ്പനെ കിട്ടേണ്ട പണം തലക്കുഴിഞ്ഞിടുന്ന പണമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അല്ല, അത് രോഹിത് ആദ്യം പറഞ്ഞ പോലെ തലക്കുഴിഞ്ഞിടുന്ന പണവും അല്ലാതെ പ്രാഗിക്കൊണ്ട് കൊടുക്കുന്ന പണവും എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ, അത് ശരിക്കും അല്ല രോഹിത്. ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ശബരിമല നമ്മുടെ ഭക്തന്മാരെ എല്ലാം അല്ലേ ഇവരങ്ങ് ഭയങ്കരമായിട്ട് ഒരു അയ്യപ്പന്റെ ഭക്തന്മാർ സാധാരണക്കാരാണ്. സാധാരണക്കാരിൽ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ നമ്മളെല്ലാം വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്കൊരു തിരിച്ചറിവുണ്ടായി. ശബരിമലയിൽ ആചാര ലംഘനം നടന്നു. അത് ഭഗവാനാരോടെ നിൽക്കട്ടെ, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഭഗവാനൊന്നും ഇല്ലല്ലോ. ജനങ്ങൾക്ക് അതൊരു വിഷമമായി. അന്ന് നമുക്കിത് മനസ്സിലായില്ല. അന്ന് ഭക്തജനങ്ങളെ നമ്മൾ മർദ്ദിച്ചു, ഭക്തജനങ്ങളെ കോടതിയിൽ കയറ്റി. നീക്ക് ഈ ആഗോള അയ്യപ്പ സംഘം നടന്നതിന് മുമ്പ് അന്നെടുത്ത കേസുകൾ പിൻവലിച്ചായിരുന്നു? ഒരിക്കലുമില്ല. സംഘപരിവാറിന് ഈ നാട്ടിൽ വിത്ത് വിതയ്ക്കാനുള്ള സകല കളവും നിങ്ങൾ ഒരുക്കി കൊടുത്തു. സംഘപരിവാറിൻ്റെ ഒരു നേതാവ് 18-ാം പടിയുടെ മുകളിൽ നിന്ന് പോലീസിനെ അടക്കം നിയന്ത്രിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു. അവിടെ സ്ത്രീകൾ കയറി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ അവിടെ നിലവിളിച്ച് തലയടിക്കുന്നു. സ്ത്രീകളടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിലൊക്കെ നിങ്ങൾ കാലം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭരണത്തിന്മേൽ ഈ ഇവിടുത്തെ ജനങ്ങൾ തിരിയുന്നതും നിങ്ങളുടെയൊക്കെ പേരുകളിൽ വലിയ ആരോപണങ്ങളും നിങ്ങൾ നടക്കുന്ന കള്ളത്തരവും കൊള്ളയും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അയ്യപ്പനോട് മനസ്സറിഞ്ഞൊന്ന് മാപ്പ് പറയാനാണ് ഒരു ദിവസമെങ്കിലും ഒരു രാത്രി ആ പമ്പാതീരത്ത് ഗസ്റ്റ് ഹൗസിൽ പോയി താമസിക്കേണ്ടി വന്നത് തൻ്റെ നിയോഗമാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമലയെ പരിപോഷിപ്പിച്ചുകൊണ്ട് സർവ്വ അപരാധങ്ങളും പൊറുക്കണമേ അയ്യപ്പ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കാനാണ് പിണറായി വിജയനും സംഘം അങ്ങോട്ട് ചെല്ലുന്നതെന്ന് വിചാരിച്ച മലയാളികളെ വീണ്ടും മണ്ടന്മാരാക്കിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേര് പറഞ്ഞ് കോടികൾ മുടിക്കാൻ മോട്ടിക്കാൻ ഇവന്മാർ മനസ്സിൽ വിചാരിച്ചപ്പോഴാണ് അയ്യപ്പൻ അവിടെ നിന്ന് ചിന്തിപ്പിച്ചത്, ആ ഉണ്ണിപ്പോറ്റി കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കണം, ആ പീഠം കാണുന്നില്ല. തൂക്കിയെടുത്ത് അകത്തിട്ടില്ലേ ഉണ്ണിപ്പോറ്റി മുതൽ ഇങ്ങോട്ട് പത്മകുമാർ കളിക്കാൻ നോക്കിയതാ. എന്നിട്ട് നീയൊക്കെ എന്താ ചെയ്തേ? നീയൊക്കെ കാണിച്ച പരിപാടി എന്താ? ആ കേസ് തിരിച്ചു വിടാൻ കള്ളന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്തു നടക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾ ചെയ്ത എന്താ? ഒരു ഫോട്ടോ പിടിച്ചുകൊണ്ട് അടൂർ പ്രകാശൻ എന്താ ശബരിമലയായിട്ട് ബന്ധം ഈ കാലഘട്ടത്തിൽ? അതുപോട്ടെ, ഈ ഫോട്ടോയും പിടിച്ചുകൊണ്ട് ഡൽഹിയിലിരിക്കുന്ന വന്ധ്യവയോധികയായ സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കടത്തിൽ കള്ളമുണ്ട്. നിൻ്റെയൊക്കെ കുറച്ച് യൂട്യൂബ് പാണന്മാർ പാടിയില്ലേ, സോണിയാഗാന്ധിയുടെ അനിയത്തിക്ക് ഇറ്റലിയിൽ പുരാവസ്തു കടയുണ്ട്, ഇവിടെ നിന്ന് സ്വർണം പോയ വഴി പോറ്റിയെടുത്ത് അടൂർ പ്രകാശിന് കൊടുക്കുന്നു, അടൂർ പ്രകാശ് സോണിയാഗാന്ധിക്ക് കൊടുക്കുന്നു, സോണിയാഗാന്ധി അത് അവിടെ നിന്ന് എടുത്ത് ഇറ്റലിയിലേക്ക് അയക്കുന്നു. എന്ത് മുറുക്കാൻ പുതിയോ പാഴ്സൽ അയക്കാൻ? അല്ല, മനസ്സിലാവുന്നില്ല. നിൻ്റെയൊക്കെ ആളുകൾ
ഇവിടുന്ന് പോലീസിൻ്റെയും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും സപ്പോർട്ടോട് കൂടി അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളെ കൊണ്ട് കൈകൂപ്പി തൊഴിപ്പിച്ചുകൊണ്ട് ഈ സാമാനം അഴിച്ചെടുത്ത് കർണാടകയിൽ കൊണ്ടുപോയിട്ട് ഉരുക്കി വിറ്റില്ലേ? അതിൻ്റെ പങ്ക് പറ്റിയില്ലേ? തീർച്ചയായിട്ടും. ശബരിമല അയ്യപ്പന് സ്വർണ്ണമൊന്നും വേണ്ട. ശബരിമല അയ്യപ്പൻ എന്തിനാ സ്വർണം? നമ്മൾ സ്വർണ്ണം പൂശാതെ, ഞാൻ സ്വർണ്ണം പൂശാതെയും തൊഴാൻ പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതല്ല, ശബരിമല പൂശില്ലെങ്കിൽ അയ്യപ്പ അവിടെ ഉണ്ടാവും. ശബരിമലയിൽ ഇരിക്കുന്ന ശ്രീധർമ്മശാസ്താവിനും മണിമണ്ഡപത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പന്തളം രാജകുമാരനായ അയ്യപ്പനും അപ്പുറത്ത് മാളികപ്പുറത്തിരിക്കുന്ന ഭദ്രാ ഭഗവതിക്കും തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന ശ്രീകോവിലുകളോ ആഡംബരങ്ങളോ ഒന്നും വേണ്ട. അവർക്കൊന്നും അത് കാനന ക്ഷേത്രമാണ്. അതെ. അവിടെ ഇരിക്കുന്ന പൊന്നു 18-ാം പടി എന്ന് വിളിക്കുന്നത് പൊന്നുപൂശിയ പണ്ടിട്ട് 18-ാം പടി ആയതുകൊണ്ടല്ല. അതെ. അതിന്റെ അർത്ഥതലങ്ങൾ വേറെയാണ്. മഴയും വെയിലും ഏറ്റ് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കേണ്ടുന്ന 18-ാം പടിക്ക് മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കവചം. അതിന്റെ തൂണുകൾ നാട്ടിയേക്കുന്നത് എവിടാന്നറിയോ? നിലപാട് തറയില്ല. ശ്രീകോവിലിനോളം ചരിത്രമിറങ്ങുന്ന, ശ്രീകോവിലിനോളം പരമപവിത്രമായി പൂജ ചെയ്യേണ്ടുന്ന നിലപാട് തറയിലാണ് ഹോളടിച്ച് കമ്പി ഇറക്കി വെച്ചേക്കുന്നത്. നിലപാട് തറയ്ക്ക് ക്ഷതമുണ്ടെന്ന് ദേവപ്രശ്ന റിപ്പോർട്ടിലുണ്ട്. ആ ശബരിമലയിൽ സ്വർണം വേണ്ട. ഇനി വിജയമല്യ വലിയ ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്തപ്പോൾ അവിടുന്ന് എന്തൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വേറെ ചിന്തിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്തു? ഇതെല്ലാം കോൺഗ്രസ്സുകാരൻ്റെയും മരണപ്പെട്ടു പോയ ജനകീയനായിരുന്ന MLA യും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനെ കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിച്ചില്ലേ നീയൊക്കെ? അല്ല, അതേ അവർ ചെയ്യുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നതാണ്, കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിച്ചില്ലേ? അപ്പോഴും ഒരുത്തം പറഞ്ഞു, എന്താണ് രാഘവൻ, രാഘവൻ അറിയില്ലേ? ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന രാഘവൻ, CPM പ്രതിനിധിയായ രാഘവൻ, അയാളെ എന്താ വെടി രാഘവനോ അങ്ങനെ കണ്ടാണ് പുറത്തറിയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു പേരിലാണ്. അയാൾ പറഞ്ഞു ഞാനിതൊന്നും കണ്ടില്ലെന്ന്, വാജിവാഹനം കൊടുത്തത് കണ്ടില്ലെന്ന്. അവിടെ നിപ്പുണ്ട് പ്രയാർ. ഈ വാജിവാഹനം കൈമാറുമ്പോൾ ബാക്കിൽ ചിരിച്ചുകൊണ്ട് നിപ്പുണ്ട്. അംഗമായിരുന്നു. അന്ന് CPM ഒരു അംഗം ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ. എന്നിട്ട് അവരെ കൊടുക്കാനൊരു ശ്രമം. ഇതൊക്കെ വെറുതെ. ഈ കേസ് എഴുതിയത്, കേസ് ഡ്രാഫ്റ്റ് ചെയ്തത്, കേസ് പ്ലാൻ ചെയ്തത്, കേസ് വാദിക്കുന്നത്, കേസിന് വിധി പറയുന്നത് നമ്മുടെ കണ്ണിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മെമ്പർമാരും വക്കീലന്മാരും ജഡ്ജിയായിരിക്കും. അല്ല, ഇത് ഭഗവാൻ അയ്യപ്പനാ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ താങ്കൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ ഉണ്ണിപ്പോറ്റിയെ കൊണ്ട് തന്നെ ഇവിടെ ഈ കാണുന്ന സാധനങ്ങളൊന്നും കാണാനില്ല. നിങ്ങള് വിചാരിച്ചത് എന്താ? ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കയറി മാന്തിയാൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം, ക്രിസ്ത്യൻ സമുദായം, ഇസ്ലാമിക സമുദായം നിങ്ങൾക്കൊപ്പം നിങ്ങൾ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു? അല്ല, അവിടെ ഒരു വിഭാഗീയത കളിക്കാവുന്ന അല്ല, നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് വിചാരിച്ചു. നീയൊക്കെ ഈ SNDP എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആ മഹാപ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരുത്തൻ, അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ കളിച്ചേ? വിശ്വാസ സംരക്ഷണം യാത്ര BJPയുടെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ ഇവൻ്റെ മകൻ അധ്യക്ഷനായിരിക്കുന്ന പാർട്ടി BDJSകാരെ കൊണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടെ നിന്ന് ശരണം വിളിച്ചു. 4-ാം ദിവസം ഇവിടെ പിന്നെ സ്ത്രീകളെ കൊണ്ട് വനിതാ മതിൽ പിടിപ്പിച്ചപ്പോൾ ഇപ്പുറത്തെ SNDPയുടെ സപ്പോർട്ടോട് കൂടി ഇതേ ശരണം വിളിച്ച ആളുകളെ ഇപ്പുറത്തെ പിണറായി വിജയൻ കൊണ്ടുപോയി കൈയോർത്ത് പിടിക്കാൻ നിർബന്ധിച്ചു. ജാതി വെച്ച് കളിച്ചു. അല്ല, ഭൂരിപക്ഷ വോട്ട് കിട്ടാനായിരുന്നു ഇത് ഏറ്റവും വലിയൊരു തന്ത്രമായിരുന്നു ഈ ആഗോള. അതില് പറുതയിട്ട ഉമ്മമാരെ ഇറക്കി. എന്നിട്ട് ഇവിടെ ഒരു വർഗീയ കലാപത്തിന് ഇവര് കോപ്പ് കൂട്ടി. എന്തുണ്ടാക്കി? ഇപ്പൊ എന്താ ഉണ്ടായേ? ഇവർക്കിത് മനസ്സിലായി. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരെ ഇവന്മാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളെ കണ്ട് സുഖിപ്പിക്കാനാണ്. ഇവിടുത്തെ മതേതര മുഖമുള്ള ഇസ്ലാം മതവിശ്വാസികളുണ്ട്, മതേതര മുഖമുള്ള ക്രൈസ്തവ മതവിശ്വാസികളുണ്ട്, മതേതര മുഖമുള്ള ഹൈന്ദവ മതവിശ്വാസികളുണ്ട്. ഇന്ന് ഒരു മതസമൂഹത്തിന്റെ വിശ്വാസങ്ങളിൽ മേൽ ഇവന്മാർ കടന്നു കയറിയാൽ, ഇനി ഒരു അവസരം കിട്ടിയാൽ അവരുടെ വോട്ടിന് വേണ്ടി നാളെ ഞങ്ങളെ ഇത് ബാധിക്കുമെന്ന ഉത്തമമായ ബോധ്യം അവർക്കുണ്ടായിട്ടുണ്ട്. അവരുടെ വിശ്വാസങ്ങളിൽ മേൽ കടന്നു കയറുമെന്നുള്ള ഉത്തമമായ ബോധ്യം ഇവിടെയാണെങ്കിൽ നാളെ അവിടെയാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഇസ്ലാം മതത്തിലെ മുഴുവൻ ആളുകളെയും, ഞാൻ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാണ്, പിണറായി വിജയനോളം മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരാളില്ല. കാരണം എന്താ? മകൾക്കൊരു ഇഷ്ടം പറഞ്ഞപ്പോൾ ഇസ്ലാം മത വിശ്വാസിയായ ആൾക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അതിനെ പോലും ബ്രാൻഡ് ചെയ്യാൻ, ക്യാപ്സൂളാക്കാൻ, അതിൽ ഞാനെതിരല്ല. അവർക്ക് പരസ്പര സമ്മതമായിരുന്നു, പരസ്പര ഇഷ്ടമായിരുന്നു, വിവാഹം കഴിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. അത് അവരുടെ കാര്യം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാനല്ലേ? അത് ദ്രോഹിക്കാനാണെന്ന് ഇപ്പം മനസ്സിലാവുന്നു. അല്ല, അത് എങ്ങനെ? അതിങ്ങനെ ആയി തീർന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ പിണറായി ഇനി എന്തായിരിക്കും അടുത്ത നമ്പർ ഇറക്കാൻ പോകുന്നത്? ഒരു മാസം പിണറായിക്ക് ഇനി ഈ നാട്ടിൽ രക്ഷപ്പെടാൻ ഒരു ഒറ്റ നമ്പർ മാത്രമേ പിണറായിയുടെ മുന്നിൽ. അതായത് പിണറായിക്ക് രക്ഷപ്പെടാനല്ല, ആ സംവിധാനത്തിന്, ആ പ്രസ്ഥാനത്തിന്, നൂറുകണക്കിന് ചെറുപ്പക്കാർ രക്തം ചിന്തിയ പ്രസ്ഥാനം, രക്തസാക്ഷികളായ പ്രസ്ഥാനം, ഈ നാടിൻ്റെ നന്മയ്ക്ക് നട്ടല്ലായൊരു പ്രസ്ഥാനം. ചെങ്കടി പ്രസ്ഥാനത്തെ കുറ്റം പറയാനൊന്നും ഞാനില്ല. ഈ നാടിൻ്റെ നന്മയ്ക്ക് നട്ടല്ലായൊരു പ്രസ്ഥാനം. ഇവിടുത്തെ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താൻ ഞങ്ങൾക്ക് സഖാക്കന്മാരുണ്ടെന്ന് ഒരു കൂട്ടം ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിരുന്നൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ ഈ സ്ഥിതി കാണുമ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത്. ആ പ്രസ്ഥാനത്തിന് നാളെ തിരിച്ചു വരണമെങ്കിൽ ഇവിടെ VD സതീശൻ ഉപയോഗിക്കുന്ന ആ വാക്ക് ഉപയോഗിക്കണം, വിസ്മയം.
ആ വിസ്മയം നടത്തണമെങ്കിൽ എനിക്ക് ശേഷം പ്രളയം അല്ല, എനിക്ക് ശേഷം മരുമകന് ശേഷം പ്രളയം, ഈ പറയപ്പെടുന്ന ആ ആറ്റിറ്റ്യൂഡ് മാറ്റണം. കെ ശൈലജയെ കൊണ്ടുവന്ന് ബ്രാൻഡ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കൊള്ളാവുന്ന ഒരു സർപ്രൈസ് എൻട്രി നേതൃസ്ഥാനത്തേക്ക് അവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പഴകി ദ്രവിച്ച തത്വശാസ്ത്രങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ നിങ്ങൾ ചേർത്ത് പിടിച്ചത് വലിയ വമ്പൻ മുതലാളിമാരുടെ തത്വശാസ്ത്രമാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഇവിടുത്തെ ജനത്തിന് മനസ്സിലായി. നാളെ പിണറായി വിജയൻ ഒരു പുതിയ സർപ്രൈസ് എൻട്രി കൊണ്ടുവന്നിട്ട് ഇയാളാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, പിണറായി വിജയനും അയാളും ഒപ്പം നിന്ന് ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നയിച്ചു നോക്ക്, ഈ ചെങ്കുടി പ്രസ്ഥാനത്തെ ജനങ്ങൾ വീണ്ടും ചേർത്ത് പിടിക്കും. അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്? പക്ഷേ പിണറായി വിജയൻ ഉയർത്തി കാണിക്കണം, അദ്ദേഹത്തെ ഉയർത്തി കാണിച്ച ഉള്ള മെറിറ്റോട് ഇല്ല. അങ്ങനെയല്ല, പിണറായി വിജയൻ തന്നെ പറയണം ഇയാളാണ് ഞങ്ങളുടെ. അതിലെന്ത് ലോജിക്കാണുള്ളത്? എന്താ ലോജിക്കില്ലാത്ത എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ പോലെ ഈ കട്ടുമുടിച്ച ഈ ഒരു വ്യക്തി മറ്റൊരാളെ ചൂണ്ടിക്കാണുമ്പോൾ ഇവിടുത്തെ ജനം മണ്ടന്മാരല്ലേ? 5 കൊല്ലം മുമ്പ് കണ്ടതല്ലേ? അതോടുകൂടി ക്യാപ്സൂൾ ഇറങ്ങില്ലേ? ഞങ്ങളുടെ പിണറായി വിജയൻ സഖാവ് പുതിയ ആളെ അവതരിപ്പിച്ചു, നിങ്ങളല്ലേ പറഞ്ഞ വരുമോനെ മുഖ്യമന്ത്രിയാക്കും, അയാൾ മുഖ്യമന്ത്രിയാകും. അല്ല, അതൊരു ക്യാപ്സൂൾ. ആ ക്യാപ്സൂൾ സമൂഹം എടുക്കും, കേരള സമൂഹം എടുക്കും. 750 രൂപയുടെ കിറ്റിന്മേൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലിയോമാരെ. ഇനിയും എടുക്കും, ഇനിയും സാധ്യതകളുണ്ട്. അപ്പുറത്തോട്ട് അങ്ങനെ എഴുതി തള്ളാൻ പറ്റും. പിന്നെന്താ? അപ്പുറത്തോട്ട് നോക്ക്. വി.ഡി. സതീശനോട് ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ? വി.ഡി. സതീശൻ പറയുന്നുണ്ട് പാർട്ടി പറഞ്ഞാൽ മുഖ്യമന്ത്രിയാവും. ഇനി അതേ പാർട്ടി പറയട്ടെ. അങ്ങനെ ഒരു മണ്ടത്തരത്തിലേക്ക് പോകാൻ ചെയ്യാം. കാരണം ഇദ്ദേഹം കൈപിടിച്ച് കാണിക്കുന്നവരെ ഇനി വിശ്വസിക്കാൻ കേരള സമൂഹം തയ്യാറാവും. ഉണ്ടാവും, പക്ഷെ മരുമോനായിരിക്കരുത്. ഞാൻ കരുതുന്നു, എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കരുതുന്നു എൻ്റെ വീട്ടിൽ നിന്ന് വോട്ട് കൊടുക്കും CPM ഇടതുപക്ഷത്തിന്. കാരണം എൻ്റെ വീട്ടുകാരൊക്കെ ചേട്ടൻ പറയുന്നതിനെക്കാട്ട് വലിയ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ വോട്ട് ചെയ്യാറില്ല, വോട്ട് ചെയ്യാൻ പോകത്തില്ലല്ലോ. ഒരിക്കലും പോകില്ല, അത്രയ്ക്ക് മടുത്തു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോലും പുതിയൊരാളെയാണ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന രീതിയിൽ വോട്ട് കിട്ടുന്ന സാഹചര്യം. ഏതായാലും നമ്മുടെ വിഷയത്തിന്റെ അവസാനം നമ്മൾ ശബരിമലയിൽ നിന്ന് കട്ടെടുത്തത് സ്വർണം മാത്രമല്ലെന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. കാലാകാലങ്ങളായി കട്ടെടുത്ത് കട്ടുമുടിച്ച് ശബരിമലയെ ദൂർത്തടിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്ന് വാസവനും പിണറായി വിജയനും ഒക്കെ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ജനം മറുപടി കൊടുക്കും. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇതിന് ഇനി എന്ത് ക്യാപ്സൂൾ ആയിരിക്കും മുഖ്യമന്ത്രി പറയാൻ പോവുക? ഒരു രാത്രിക്ക് 2 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കിടക്കൊക്കെ ചെലവാക്കിയിരിക്കുന്നു. ഈ കണ്ട ദൂരത്തിൽ അദ്ദേഹം ഒരു പഴയ കഥ പറയും. ഇപ്പൊ മറ്റേ മീൻ്റെ കഥ വന്നപ്പോഴും പുള്ളി ഒരു കഥയല്ലേ പറഞ്ഞു, റൊട്ടിയും വെള്ളവും കുടിച്ച കഥ. പണ്ട് പിന്നെ മംഗലാപുരത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോഴാണല്ലോ ഊരിപ്പിടിച്ച വടിവാളിന്റെ കഥ പറഞ്ഞത്. അത് സുധാകരൻ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. കെ സുധാകരൻ നെഞ്ചു തിരിച്ച കഥ പറഞ്ഞപ്പോൾ സുധാകരനെ കുട്ടോളി കൊണ്ട് കുറേ കഥകൾ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു കഥ പറയും. ആ കഥ എന്താണെന്ന് കാത്തിരിക്കുകയാണ് നമ്മൾ. ഏതായാലും അയ്യപ്പനെ നിർത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി, അല്ലേ? വെട്ടിമേനി ഇത്രയും വെട്ടി പോക്കറ്റിലാക്കി. ഇനി അടുത്ത പുതിയ നമ്പർ എന്താണെന്നുള്ളത്, കഥ എന്ത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നാൽ മതി. ഉടനെ വരും.